ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഹോളിഡേയ്സിൻ്റെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും ഓരോ ട്രാവലൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമായിരിക്കും. ഞങ്ങളെന്താ ഒരു 2 ഡേയ്സിൻ്റെ ട്രിപ്പ്, ഒരു ഷോർട്ട് ട്രിപ്പാണ്, പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ കുറ്റാലം തെങ്കാശി റൂട്ട് തമിഴ്നാട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് ഞങ്ങളൊന്ന് കയറിയേക്കാണ്. അപ്പോൾ ബാക്കിയത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നതേ അപ്പവും മുട്ടക്കറിയും അതോടൊപ്പം 1-2 പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട ആയതുകൊണ്ട് 1-2 പറഞ്ഞു. കുഞ്ഞു പൊറോട്ടയായിരുന്നു കേട്ടോ. അതോടൊപ്പം 2 ചായയും പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് വേഗം തന്നെ തുടങ്ങണം, അല്ലെങ്കിൽ ലേറ്റ് ആവും. ഇത് ഏത് റൂട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം? മണിമല ഹൈ റേഞ്ച് കയറിയില്ലേ? ഹൈ റേഞ്ച് ആയില്ല, ഏകദേശം ഹൈ റേഞ്ച് ആവാറായി. പക്ഷെ ഭയങ്കര അടിപൊളി, നല്ല വഴിയില്ലേ, രക്ഷയില്ല. ഈ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഏറ്റവും എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുന്നേ ആലപ്പുഴ പോയിരുന്നു. പക്ഷെ എൻ്റെ കുറച്ചുകൂടെയും ലോങ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്, സെൽഫ് ഡ്രൈവാണ്. അപ്പോൾ എനിക്ക് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു കാര്യത്തിൽ. ഇതിൽ എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിത് സക്സസ്ഫുള്ളി ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു കോൺഫിഡൻസ് ആവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു ഡ്രൈവോടുകൂടി ഞാൻ കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ആവുമായിരിക്കും. ഈ ഡ്രൈവോടുകൂടി നീ അതെ എക്സ്പെർട്ട് ആവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ റൂട്ട് നല്ല അടിപൊളി റോഡൊക്കെ ആയത് കാരണം ഈ വഴി കുഴപ്പമില്ല, ഭയങ്കര അടിപൊളി റോഡാ. നല്ല ചൂട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങളിത് തമിഴ്നാട് ബോർഡർ എത്തിയിട്ടില്ല, കോന്നിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ 2 മണിക്കൂറോടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ കുടിച്ച് ലേസൊക്കെ കഴിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എനിക്കിവിടെ നന്ദി പറഞ്ഞു. അതിൽ ഓറഞ്ച് ഒക്കെ ഇരിക്കുന്നുണ്ട്, അത് എടുക്കാറുണ്ട്. ലേസ് ഒക്കെ തീർന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ കവറാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ വഴിക്കിടെ ഇങ്ങനെ ഡംപ് ചെയ്യാണ്ട് നമ്മൾ ചെറിയൊരു കവർ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. അപ്പോൾ എന്താ ഇങ്ങനെയുള്ള എല്ലാ വേസ്റ്റും നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ കളയാണ്ട്, നമ്മൾ റോഡിലൊന്നും വലിച്ചെറിയാണ്ട് നമ്മൾ തന്നെ തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇപ്പം എത്തിയിരിക്കുന്നത് തെന്മലയാണ്. തെന്മല ആ ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മളിപ്പോൾ പോകാൻ ചാൻസ് ഇല്ല, കാരണം ഇപ്പം നമ്മൾ ടൈമിന് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം. അപ്പോൾ 1 അവറോളം ഇനിയുമുണ്ട്. ഇപ്പോൾ ഏകദേശം ഇനി ഒരു 33 കിലോമീറ്ററാണ് കാണിക്കണം. അപ്പോൾ ഇതാണ് തെന്മല. ഞാനിതുവരെ തെന്മലയിലൊന്നും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഏരിയയിലേക്ക്. ഇത് ശരിക്കും തമിഴ്നാട് എത്തിയിട്ടില്ലല്ലോ? കേരളം വിട്ടിട്ടില്ല. തെന്മല ഒന്നും കാണാനൊന്നുമില്ല, വേറെ ഒന്നും. ഒരു ബോട്ടിങ് അതൊക്കെ ഉള്ളൂ, പിന്നെ ഒരു മല കാണാൻ അത്ര ഉള്ളൂ. അവിടെ നമ്മളിപ്പോൾ വന്ന വഴിക്ക് അവിടെയായിരുന്നു തോന്നുന്നു അതിൻ്റെ സ്ഥലം. അവിടെ അത് കാണുന്നുണ്ട്. എനിക്കാണെങ്കിൽ ചേച്ചിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഒരു പെട്രോൾ പമ്പ് പോലും ഇവിടെ കാണുന്നില്ല. അതൊരു ഭയങ്കര പണിയാണ്. ഇനിയിപ്പോൾ ഹോട്ടലിൽ ചെല്ലാണ്ട് ഒരു രക്ഷയില്ലാന്ന് തോന്നുന്നു. ഒരു നിവൃത്തിയില്ല. പക്ഷെ എനിക്കങ്ങനെ ടയർഡ്നെസ് ഒന്നും തോന്നല്ല കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 മണിക്കൂറിൻ്റെ അടുത്ത് 4 മണിക്കൂർ കൂടുതലായില്ല നമ്മൾ ഡ്രൈവ് ചെയ്യണം. 4 മണിക്കൂറോ? 7:15 ഇറങ്ങിയതല്ലേ. പക്ഷെ എനിക്കങ്ങനെ ടയർഡ്നെസ് ഒന്നുമല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ ഇനി നല്ല ഫുഡ് വല്ല കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടോ എന്തോ. വിശന്ന് തുടങ്ങിയാണ് ചെറുതായിട്ട്. ഇത് ഡാമാന്ന് തോന്നുന്നു കേട്ടോ. തെന്മല ഡാമാണ്. ഇത് എന്തൊരു ഡാമിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ആണല്ലോ. ഡാമല്ല, ഇത് ഡാമാണോ? എന്ത് സംഭവം? എന്തോ ഒരു സംഭവമാണ്. ഇവിടെ ചെറിയ റോഡ്. അങ്ങനെ ഈ കുറേ നേരത്തെ നല്ല ചൂടൻ വെയിലിനൊക്കെ ഒരു ആശ്വാസമായിട്ട് നമ്മളിവിടെ ഹൈ റേഞ്ച് ആയി. അപ്പോൾ തെന്മല ഏരിയ എന്ന് എനിക്ക് തോന്നുന്നു. അതാ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല സീനറി ഒക്കെ കാണാം. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു ഫോഗ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. പുറത്തൊക്കെ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ.
വലിയ മലയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ നല്ല ഒരു കൂൾ ക്ലൈമറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ക്ലൈമറ്റ് ആവുമ്പോൾ അത് നല്ല വെയിലാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിവിടെ ഒരു ചേട്ടൻ പനയുടെ നൊങ്ക് കൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്താ പനം കള്ളോ? എങ്ങനെയുണ്ട് അപ്പു? ഇതെന്താ രണ്ട് സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? പനം കരിക്കും വെള്ളമുണ്ട്. ഓക്കെ, ഇതിലാണ് തരുന്നത് അല്ലേ? ഇതെന്താ വെള്ളമാണോ ഇത്? പനം കള്ളല്ലോ ഇത് ജ്യൂസ്. ഓക്കെ, പന നൊങ്കിന്റെ ജ്യൂസ് അല്ലേ? നല്ല മധുരമാണല്ലോ. വേണ്ടത് മതി. അല്ല, എനിക്കത് മതി. അല്ല, ഇത് ഭയങ്കര ഷുഗർ. குட்டாலம் வாட்டர் ஃபால்ஸ்க்கு எவ்வளோ தூரம் இருக்கு? நீ இன்னும் ஒரு 18 കിലോമീറ്റർ போகணும். 18 കിലോമീറ്റർ. നല്ല കിടു ബാക്ക്ഗ്രൗണ്ടിലുള്ള നല്ല നൈറ്റ് ഫോഗ് ഉണ്ടാവോ? നല്ല കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പൊ കൂളാണോ പൊതുവെ? ഇപ്പൊ മഴ ടൈം ആണോ? മഴ ടൈം എന്താ അങ്ക ഫ്ലഡ് ആയത് പ്രശ്നം എടുക്കാം. പ്രശ്നം എടുക്കാം. ഒരു പ്രശ്നമില്ല. പന നൊങ്ക് കേരള എന്താണ് സാർ? ഞങ്ങള് കൊച്ചി. എണ്ണം കൂടെ എടുക്കട്ടാ? വേണ്ട, ഇത് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് കഴിക്കാം. ഞങ്ങളിത് അങ്ങനെ പുള്ളിയുടെ അടുത്തുനിന്ന് പനയുടെ നൊങ്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത്. പുള്ളി ഞങ്ങൾ അവിടെ നിന്ന് വന്ന സമയം മുതലേ ഞങ്ങളിങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ പുള്ളി എന്തോ ഒരു പനയുടെ എന്താ കള്ളല്ല, പക്ഷെ വേറെ എന്തോ ഒരു കൂമ്പിൽ നിന്ന് കിട്ടുന്ന നീരാന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ തന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ നല്ല മധുരമുള്ള സാധനം. എനിക്ക് തോന്നുന്നു പഞ്ചസാരയിലിട്ട് എന്തെങ്കിലും സാധനമാണോ അത് ഇനി ആക്ച്വൽ പനയുടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ള ലിക്വിഡ് എന്തെങ്കിലും ആണോ അറിയില്ല. എന്തായാലും കഴിച്ചിട്ടുണ്ട്. ഇനി കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അറിയാം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല കിടിലൻ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഞങ്ങളിത് ഓരോന്ന് ട്രൈ ചെയ്തു. അപ്പു എന്ന് ഒരെണ്ണം എടുത്തോ. കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. മധുരം ഉണ്ടോ നോക്കി. തൊലി ഉണ്ടോ ഒരുപാട്? പിന്നല്ലാണ്ട് ജസ്റ്റ് വെട്ടിക്കൂടി തന്നോളൂ. ഇതാണ് തൊലി. തൊലി കകത്ത് പോയാലേ പിന്നെ ഇനി ഇന്നെങ്ങനെ കഴിക്കുവോ? പാടാണ്. എങ്ങനെയുണ്ട്? മധുരം ഉണ്ടോ? അതോ പറ്റിച്ചാ പുള്ളി? നല്ലാണോ? ഉണ്ട്. അത്ര മധുരമൊന്നും ഇല്ല കേട്ടോ. പുള്ളി ചെറുതായിട്ടൊരു പറ്റിച്ചോന്ന് ഡൗട്ട്. എനിക്കും വേണം. മധുരമില്ല, പറ്റിച്ചു. മധുരം കുറവാണല്ലോ. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ അത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും ടേസ്റ്റ് ഉണ്ട്. എന്നാലും പ്രകൃതിദത്തമായിട്ടുള്ള സാധനം ആയതുകൊണ്ട് നമുക്കത് കഴിക്കാം, വിശ്വസിച്ച് കഴിക്കാം. പക്ഷെ മറ്റേ വെള്ളം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും മറ്റേ പനയുടെ അത് കഴിച്ചു നോക്കിയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇന്നെങ്ങാനും തരുമോ? അത്രയും തൊലിയല്ലേ ഉള്ളൂ അതില്. മഴയുടെ ഒരു ലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നു. മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓവർ വെയിലാവാണ്ടിരുന്നാലും ഭാഗ്യം. നമ്മൾ വന്ന സമയത്ത് മൊത്തം വെയിലത് കരിഞ്ഞു പോയി മൊത്തത്തിൽ. അത് മതി. മധുരം കുറവാ. നാച്ചുറൽ സാധനല്ലേ. നമുക്ക് പോലെ ഹൈ റേഞ്ചിൽ ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത്ര വലിയ ഹൈ റേഞ്ച് അല്ലെങ്കിലും തണുത്ത കാറ്റുണ്ട്.
അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഡ്രൈവൊക്കെ ചെയ്ത് നമ്മുടെ റിസോർട്ടല്ല റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പാർക്ക് ചെയ്യാം. ഞങ്ങളങ്ങനെ ഫൈനലി ഡെസ്റ്റിനേഷൻ ഇവിടെ നമ്മുടെ ഹോട്ടലിൽ വന്നു. അപ്പോൾ പാർക്കൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് പോവാണ്. ചെക്ക് ഇൻ ചെയ്യണം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വാട്ടർഫോളും അതോടൊപ്പം ടെമ്പിൾസ് അങ്ങനെ എല്ലാം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. നമ്മൾ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഇത് ബുക്ക് ചെയ്തിരുന്ന ഒരു ഡബിൾ റൂമാണ്. നല്ല അത്യാവശ്യം ബേസിക് അമ്യൂണിറ്റീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ചെറിയ റൂമാണ്. നോൺ എ സി ആണിത്. TV-യും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കബോർഡും പിന്നെ ഇതിൻ്റെ നീറ്റ്നെസ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്ന അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെ കിട്ടി. അപ്പോൾ ഞങ്ങളിനിയും ഉച്ച കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓൾറെഡി 3 ആയി. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വന്ന് കയറുള്ളൂ. പിന്നെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് ജസ്റ്റ് വന്നേ ഉള്ളൂ. ഇനി ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ആയിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ പിന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.